ഞാൻ ശ്രീ കെ മുരളീധരന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഹിന്ദുവിന്റെ കടയിൽ കയറി മുസ്ലിം ഭക്ഷണം കഴിക്കുന്നത്, ദളിതന്റെ കടയിൽ കയറി ദളിതൻ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം അത് കഴിക്കാൻ വിസമ്മതിക്കുന്ന വരേണ്യവർഗമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ നടക്കുന്ന ഒരു രാജ്യത്ത് കേരളം ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി കെട്ടിക്കൊടുക്കുന്ന ഭക്ഷണം, പൊതിച്ചോർ, സ്നേഹം, അത് വാങ്ങുകയും കൊടുക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്ന ഈ സ്നേഹത്തിന്റെ പങ്കിടലുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ സ്കൂളിലല്ല ശ്രീ കെ മുരളീധരൻ പഠിച്ചത് എന്ന് മനസ്സിലായി. ഇവിടെ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ ഇതുമായി യാതൊരു ബന്ധമില്ല. നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുകയോ ആരംഭിക്കാതിരിക്കുകയോ ചെയ്യും. ഇപ്പോഴും പല ഹോസ്പിറ്റലുകളിലും സർക്കാർ ചിലവിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത്, ഇതൊക്കെ ജനമേറ്റെടുത്തത്. ഇതിൽ രാഷ്ട്രീയമില്ല, വിശക്കുന്ന മനുഷ്യനേയുള്ളൂ. ശ്രീ കെ മുരളീധരനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ കണ്ണിൽ അദ്ദേഹത്തെ ഉറക്കം കെടുത്തുന്ന കാര്യം ഡിവൈഎഫ്ഐയുടെ കൊടിയാണ്. ഡിവൈഎഫ്ഐയുടെ കൊടിയാണ് അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്ത കാര്യം. പക്ഷേ ഞങ്ങൾക്ക്, ഈ പൊതിച്ചോർ കെട്ടിക്കൊടുക്കുന്ന മനുഷ്യർക്ക്, ഇത് വാങ്ങിക്കഴിക്കുന്നവർക്ക് ഒക്കെ കൊടിയല്ല, വിശപ്പ് മാത്രമേ ഉള്ളൂ. വിഷമം അത്. അപ്പോൾ ഈ സ്നേഹത്തെയും വിശപ്പിനെയും, അപ്പോൾ അവരുടെ ചോറിൽ മണ്ണ് വാരിയിടരുത്, മണ്ണ് വാരിയിടരുത്, ഈ ചോറിൽ മണ്ണ് വാരിയിടരുത് എന്ന് മാത്രമാണ് ശ്രീ കെ മുരളീധരനോട് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ അഭിമാനത്തോടെ ഈ പൊതിച്ചോറ് വിതരണം തുടരും. ഇത് ഒരുപാട് സംഘടനകൾ കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ CH സെന്ററിന്റെ പേരിൽ പാലിയേറ്റീവ് കെയറിൽ മെഡിക്കൽ കോളേജുകൾക്ക് സമീപം നടത്തുന്ന പ്രവർത്തനം വളരെ വലുതാണ്. ഞാൻ ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊടിവെച്ച് കെട്ടിയ വണ്ടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊടിവെച്ച് കെട്ടി ആശുപത്രി കോമ്പൗണ്ടിൽ കൊടിവെച്ച് കെട്ടിയിട്ട് പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല. രക്തം കൊടുക്കേണ്ടതിന് സാറ് പറയോ? നാളെ ഇനി ആക്രി നിരോധിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. കാരണം ഞങ്ങൾ ആക്രി പിറക്കിയിട്ടാണ് കോവിഡ് കാലം മുതൽ പുതിയൊരു മോഡൽ ഉണ്ടാക്കിയത്. ഞങ്ങളെ ആക്രി പിറക്കി 12 കോടി രൂപയാണ്, 11 കോടി രൂപ എറൗണ്ട് കേരളത്തിൽ ഡിവൈഎഫ്ഐ ആക്രി പിറക്കിയിട്ട് ചെയ്തു. വയനാട്ടിൽ ദുരന്തബാധിതരെ സഹായിക്കാൻ 100 വീടുകളുടെ പണം കണ്ടെത്തിയത് ഡിവൈഎഫ്ഐ ആക്രി പറക്കിയിട്ടാണ്. ഇനി ആക്രി കെ മുരളീധരൻ ആൻഡ് കമ്പനി നിരോധിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അല്ല, ഞാൻ ആ പറഞ്ഞതിനെ അങ്ങനെ വ്യക്തിപരമായിട്ടല്ല എടുക്കേണ്ടത്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ്. അത് വ്യക്തിപരമായി ഇതിനെ അങ്ങനെ ചുരുക്കരുത്. അതിന്റെ കാരണം എന്നറിയാം, ഇതിന് രാഷ്ട്രീയമല്ലാന്നേ. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയർ ആണ്. മനുഷ്യരായ ഒരാൾക്കും ഇതിനെ എതിർക്കാനാകില്ല. മനുഷ്യരായ ഒരാൾക്കും ഇതിനെ എതിർക്കുന്നവരുടെ മാനസിക നില പരിശോധിക്കണം. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. അതിനെ വ്യക്തിപരമായി കാണണ്ട. അത് വളരെ 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 പ്രാധാന്യത്തോടു കൂടി തന്നെ ഉത്തരവാദിത്തോടെ തന്നെ പറയുന്നതാണ്. 1. 2, ഞങ്ങളിതിനെ, അദ്ദേഹം ഇത് പറഞ്ഞങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തുന്ന സംവിധാനമൊന്നുമില്ല. ഞങ്ങളിത് ആദ്യം ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളിത് ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചർച്ച വന്നു. തുടക്കത്തിൽ ഈ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ഇത് മുടങ്ങാൻ പാടുണ്ടോ? അതിന് ഞങ്ങളെടുത്തൊരു റെഫറൻസ് ഉണ്ടെന്ന്. ഈ പൊതിച്ചോറ് ശേഖരിക്കാൻ നിൽക്കുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാരുണ്ടല്ലോ, ഇന്നത്തെ ദിവസം ഉത്തരവാദിത്തമുള്ള ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ഭാരവാഹി അന്ന് ഈ പൊതിച്ചോറ് ശേഖരിക്കുന്നു. ഓക്കെ, അന്ന് അതിലൊരാൾ മരണപ്പെട്ടു പോയാലും, ഞങ്ങളെടുത്ത റെഫറൻസാണ്, അതിലൊരാൾ മരണപ്പെട്ടു പോയാലും ബാക്കിയുള്ള സഹാക്കൾ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കണം. ഞങ്ങളിത് എടുക്കുമ്പോൾ ഇങ്ങനെ ആകുമെന്ന് ഞങ്ങൾ കരുതിയിട്ടല്ല എടുക്കുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്താനാണ്. ഓണത്തിന് മുടങ്ങില്ല, ക്രിസ്മസിന് മുടങ്ങില്ല, പെരുന്നാളിന് മുടങ്ങില്ല, തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല ദിവസം മുടങ്ങില്ല, തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പരാജയത്തിൽ ഒന്നും മുടങ്ങില്ല, ഹർത്താൽ ബന്ദ് മുടങ്ങില്ല. അതിൻ്റെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്താൻ പറഞ്ഞതാണ്. പക്ഷെ തൃശ്ശൂരിൽ സനൂപ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഡിവൈഎഫ്ഐ സഖാവ് കൊല്ലപ്പെട്ടു. അന്ന് അവൻ കൂടി പൊതിച്ചോറ് ശേഖരിച്ച് തിരിച്ചു പോകുമ്പോഴാണ്, അവൻ്റെ കമ്മിറ്റിയാണ് പൊതിച്ചോറ് കൊടുക്കേണ്ടത്, കൊല്ലപ്പെട്ടു. ഇതന്ന് അറിഞ്ഞിട്ട്, അന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഞാൻ, ഡിവൈഎഫ്ഐയുടെ അന്നത്തെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി PB ബിനോബിനോട് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ പൊതിച്ചോറ് വിതരണം മുടങ്ങരുതെന്നാണ്. ഞാൻ ശ്രീ കെ മുരളീധരൻ ഓർമ്മപ്പെടുത്തുകയാണ്, തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ മോർച്ചറിയിൽ ആ പൊതിച്ചോർ ശേഖരിച്ചവരിൽ ഒരാളായ സനൂപിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കറുത്ത ബാഡ്ജ് കുത്തി അവൻ കൂടി ശേഖരിച്ച പൊതിച്ചോർ ഡിവൈഎഫ്ഐ വിതരണം ചെയ്യായിരുന്നു. ആ ഡിവൈഎഫ്ഐയെ കെ മുരളീധരന്റെ ഈ സുന്ദര മുഖത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങ് വെച്ച് ഞങ്ങൾ പിന്മാറിപ്പോകുമെന്ന് കരുതിയേക്കരുത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം എന്ന നിലയിൽ ഞങ്ങൾ കൊടിവെച്ചു, ഞങ്ങളിത് വിതരണം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ബ്രെയിൻ ചൈൽഡാണ്, ഞങ്ങളുടെ ഒരു ക്യാമ്പയിനാണ്, ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഞങ്ങളവിടെ കീപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തലയിൽ മുണ്ടിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ നിരോധിത സംഘടനയൊന്നും അല്ല.
ഈ പറയുന്നവർ ആരാണ്? ശരത്തിൻ്റെയും എൻ്റെയും ഈ നാട്ടിലുള്ളവരുടെയും ഖജനാവിൽ നിന്ന് പണമെടുത്ത് സൗജന്യ ബസ് കൊടുത്തിട്ട് ആ ബസ്സിൽ പ്രിയദർശിനി അച്ചടിച്ചു വെച്ചവരല്ലേ? അല്ലേ? നിങ്ങൾ പറയുമ്പോൾ ഒരു യുക്തി വേണ്ടേ? നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മുടെ പണം ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഇട്ടിട്ട് അതിലെല്ലാ ബസ്സിലും എഴുതി പിടിപ്പിച്ചില്ലേ ഒരൊറ്റ രാത്രി കൊണ്ട് പ്രിയദർശിനി ബസ്, പ്രിയദർശിനി ഇതെന്ന്? എന്തിനാ അത് ബ്രാൻഡിങ് അല്ലേ? അത് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നല്ലേ? അവർ വന്നിട്ട് ഒരു സംഘടന മാന്യമായി മര്യാദയ്ക്ക് കുറെ കാലമായി വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ അവരുടെ കൊടി വെച്ച് പോയി. അയ്യോ, എന്താ നിരോധിത സംഘടനയാണോ ഡിവൈഎഫ്ഐ? ഇനി ഞങ്ങൾക്ക് മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ മുസ്ലിം ലീഗിനെ നിങ്ങളിവിടെ ഉദ്ധരിച്ചു. മുസ്ലിം ലീഗ് പലയിടത്തും വിതരണം ചെയ്യുന്നു. അവിടെ യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാക വെക്കാറുണ്ട്. സേവാഭാരതി വിതരണം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. അവർ കൊടി വെക്കുന്നുണ്ട്, ബോർഡ് വെക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും എതിർത്തോ? ഞങ്ങൾക്ക് BJPയുടെ രാഷ്ട്രീയ എതിർപ്പുണ്ട്. പക്ഷേ കേരളത്തിൽ LDF അധികാരത്തിലിരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതൊന്നും വെച്ചിവിടെ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്തോ? ഞങ്ങളെല്ലാം ഈ മാനസിക നില തെറ്റി ഇടപെട്ടോ? നിങ്ങൾ പറ. അപ്പൊ ഇത് എന്താണ് ആ സംഘടനയുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യും. അതിനെന്താണ് കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസിൽ ഈ വരുന്ന ആളുകളെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ കയറ്റില്ല എന്ന് പറയും. എന്താണ് വിട്ടിത്തം പറയുന്നത്? അതാണ് ഞാൻ മാനസിക നില പരിശോധിക്കുന്നത് പറയുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരുപാട് ആംബുലൻസ് ഉണ്ട്. ഡിവൈഎഫ്ഐ ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ രോഗിയെ കൊണ്ടുവന്നാൽ ഞങ്ങൾ കേട്ടില്ല എന്ന് പറയോ? ഡിവൈഎഫ്ഐ ഉണ്ടെന്നേ, ലീഗ് ഉണ്ടെന്നേ, BJP ഉണ്ടെന്നേ, വേറെ പല യൂത്ത് കോൺഗ്രസ് ഉണ്ടെന്നേ. ഞങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പറയാണ് ആശുപത്രി കോമ്പൗണ്ടിൽ ഇങ്ങനെ യൂത്ത് ലീഗിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൊടിയൊക്കെ പതിപ്പിച്ച ആംബുലൻസ് കൊണ്ടിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിരഹിതാണത്? അതാ ഞാൻ പറഞ്ഞത്. ഭാവിയിൽ ഈ ഞങ്ങൾ ഈ രക്തദാനത്തെ എന്ത് ചെയ്യും? ഡിവൈഎഫ്ഐക്കാരൻ്റെ രക്തം വേണ്ട. ഡിവൈഎഫ്ഐക്കാരൻ ഡിവൈഎഫ്ഐയുടെ ബാഡ്ജ് വെച്ച് ഹോസ്പിറ്റലിനകത്ത് ഞങ്ങളൊരു രക്തദാന ക്യാമ്പ് നടത്തി. ആ രക്തദാന ക്യാമ്പിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങളിത് കൊടുക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം ശ്രീ കെ മുരളീധരൻ ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹം ആരോഗ്യമന്ത്രിയാണല്ലോ. രക്തദാനത്തെ ജനകീയമാക്കിയ സംഘടന ഡിവൈഎഫ്ഐ ആണ്. ഞങ്ങൾ അതിന് ശേഷം ഏറ്റെടുത്ത ക്യാമ്പയിൻ ഇപ്പോൾ കൂടുതൽ ജനകീയമാകുന്നു. അത് അവയവദാനത്തിന്റെ ക്യാമ്പയിനാണ്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ ക്യാമ്പയിന്റെ ഭാഗമായി ഒരാൾ രക്തദാനത്തിന് സന്നദ്ധനാകുന്നു. അവൻ ആ ബാഡ്ജൊക്കെ കുത്തി വന്നിട്ട് രക്തം കൊടുക്കുന്നു. ഇത് എടുക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹം ഉത്തരവിടോ? ഞങ്ങൾ അവയവദാനത്തിന്റെ ക്യാമ്പയിൻ, ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ എല്ലാ ക്യാമ്പയിനുകളിലും പരിപാടികളിലും ഗ്യാതറിംഗിലും ഞങ്ങൾ അവയവദാനത്തിന്റെ സമ്മതപത്രം ഏറ്റുവാങ്ങാറുണ്ട്. അങ്ങനെ ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ നടത്തി അവയവദാനത്തിന്റെ സമ്മതപത്രം വാങ്ങി. ആ അവയവദാനത്തിന്റെ സമ്മതപത്രവുമായിട്ട് വന്നാൽ ആ അവയവം സ്വീകരിക്കരുത് എന്ന് ആരോഗ്യമന്ത്രി പറയോ? ഇത് എന്താണ് പറയുന്നത്? അതാണ് ഞാൻ പറയുന്നത്. അല്പം എന്താ പറയാ, ഞാനത് എൻ്റെ വാക്കുകളെ ഞാൻ നിയന്ത്രിക്കുക. അത് ശരിയല്ല. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ അദ്ദേഹം ദയവായി കാണണം.